പ്രിയപ്പെട്ട സംഘബന്ധു, കഴിഞ്ഞ ഇലക്ഷൻ നമുക്ക് നൽകിയ അനുഭവം വളരെ വലുതാണ്. വ്യക്തി താൽപര്യങ്ങൾക്കും പണത്തിനും വേണ്ടി എതിർ പാർട്ടിക്കാരെ പരസ്യമായും രഹസ്യമായും സഹായിച്ചതും നെഞ്ചിലേറ്റിയ പ്രസ്ഥാനത്തെ ചതിക്കുന്നതും കൺമുന്നിൽ കാണേണ്ടി വന്നത് ഒരു പ്രാവശ്യമെങ്കിലും പരമപവിത്ര ധ്വജത്തിന് ആത്മപ്രണാമം ചെയ്ത സ്വയം സേവകരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. തിരിച്ചറിവില്ലായ്മയായി കാണുന്നതിനുമപ്പുറം സംഘവഴിയിൽ നാം കണ്ട മുന്നറിയിപ്പായിരുന്നു ഓരോന്നും. സംഘത്തെ പരാജയപ്പെടുത്താൻ പുറമേ നിന്നും ആൾക്കാർക്ക് സാധിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ കാരണം നാം മാത്രമായിരിക്കും എന്ന പൂജനീയ ഗുരുജിയുടെ വാക്കുകളാണ് ഇവിടെ അനർത്ഥമാകുന്നത്. ഇത് ആവർത്തിക്കാതിരിക്കാൻ നാം കരുതിയിരിക്കേണ്ടതാണ്. ജയിക്കില്ലെന്നറിഞ്ഞിട്ടും ഞങ്ങൾ വോട്ട് ചെയ്തു. ആദർശം കാത്തുസൂക്ഷിക്കാൻ. തോൽക്കുമെന്നറിഞ്ഞിട്ടും ജനം വോട്ട് ചെയ്തു, പാർട്ടിയുടെ ശക്തി കാണിക്കാൻ. അക്കൗണ്ട് തുറക്കാൻ പറ്റാത്തവർ എന്ന പരിഹാസം പോലും സഹിച്ചു, ജനങ്ങളിൽ വിശ്വാസമുള്ളതുകൊണ്ട്. ജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളിൽ ഇടതനും വലതനും സഹകരിച്ച് തോൽപ്പിച്ചപ്പോഴും തളർന്നില്ല. അന്തിമ വിജയം ധർമ്മത്തിന്റേതാണെന്ന് ഉറപ്പുള്ളതുകൊണ്ട്. തിരിച്ചറിവിന്റെ കാലം മുതൽ കാവിക്കൊടി നെഞ്ചോട് ചേർത്തവർ, യൗവനത്തിന്റെ വസന്തം പിറന്ന നാടിനു വേണ്ടി അടിയറവ് വെച്ചവർ, വ്യക്തിബന്ധങ്ങൾക്കും അപ്പുറം എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാതെ ജീവിച്ച് ഒടുവിൽ ശത്രുവിന്റെ കത്തിമുന നെഞ്ചിൽ തുളഞ്ഞു കയറുമ്പോൾ മുഷ്ടി ചുരുട്ടി നിങ്ങൾ വിളിച്ച വന്ദേമാതരമാണ് ഞങ്ങളുടെ പ്രചോദനം. പ്രസ്ഥാനത്തെ ചതിച്ചിരുന്നുവെങ്കിൽ ഇന്നു കാര്യാലയത്തിന്റെ ചുമരുകളിൽ ഒരു സ്വയം സേവകന്റെ ചിത്രം പോലും പൂമാലയിട്ട് വെക്കേണ്ടി വരില്ലായിരുന്നു. കയ്യിൽ ചരട് കെട്ടിയവനോ കാവിയുടുത്തവനോ നെറ്റിയിൽ കുറിവരച്ചവനോ അല്ല സ്വയം സേവകൻ. ഇന്നിന്റെ പൂമട്ടുകളെ നാളെയുടെ വസന്തമാക്കി ഓരോ പുഷ്പങ്ങളും ഭാരതാംബയുടെ കാൽച്ചുവട്ടിൽ ആത്മപ്രണാമം ചെയ്യാൻ സദാ സന്നദ്ധരായ സൈനികരാണ് സ്വയം സേവകർ. ഈ മണ്ണിന് കാവ്യെ വാരിപ്പുണർന്നവരുടെ ഗന്ധമുള്ളിടത്തോളം നാൾ ഓരോ ശ്വാസത്തിലും ഭാരതാംബയുടെ മന്ത്രധ്വനികൾ മുഴങ്ങും. തെറ്റായ പാതയിൽ ഒരുപാട് പേരോടൊപ്പം നടക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ശരിയായ പാതയിൽ ഒറ്റയ്ക്ക് നടക്കുന്നതാണ്. വന്ദേ മാതരം.